അരിഞ്ഞിട്ട് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതാ 2 ടൊമാറ്റോ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരിഞ്ഞിട്ട് ഇതും കൂടി ഒന്ന് അതിലിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കാനാണ്. അതായത് നാളെ ഇഡ്ഡലി ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ട് അതിന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ രാവിലെ ഞങ്ങൾക്ക് തൃശ്ശൂർ ഒരു കല്യാണമുണ്ട്. എൻ്റെ ചെറിയമ്മയുടെ മകൻ്റെ മകളുടെയാണ്. അപ്പോൾ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രാവിലെ ഈ ചമ്മന്തിയും ഇഡ്ഡലിയും കൂടി കഴിക്കുമ്പോൾ വയറിന് കുഴപ്പമില്ല. സാമ്പാറൊക്കെ ആകുമ്പോൾ പരിപ്പൊക്കെ ആകുമ്പോൾ അത് ഡ്രൈവ് ചെയ്യുമ്പോൾ അത് പ്രശ്നമാവും. ഞങ്ങളുടെ കാറിൽ തന്നെയാണ് പോകണത്. അതുകൊണ്ട് അപ്പോൾ ഇത് ഒന്ന് റെഡിയാക്കി വെച്ചാൽ നാളെ നേരത്തെ തന്നെ ഇട്ടിട്ട് അത് കഴിച്ചിട്ട് പോകാമല്ലോ എന്ന് എഴുതിയിട്ടാണ്. ഓക്കെ, ഒരു വിധം വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം കേട്ടോ. കാരണം അതിൽ പച്ചമുളക് ഉണ്ട്, അതുകൊണ്ട് എരിവ് ഉണ്ടാവും. അപ്പോൾ ഇനി തക്കാളിയും കൂടി അതിലേക്ക് ഇടാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ആവശ്യത്തിനുള്ള ചേർത്ത് ഇനി ഒന്ന് മൂടി വയ്ക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. ഇത് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വാങ്ങി വെച്ചു. ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ചെടുത്ത പേസ്റ്റാണ് ഇത്. വീണ്ടും ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡിയായി. വീണ്ടും ചീനച്ചട്ടിയിലേക്ക് ഇട്ടു.